ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 50 വായിച്ചു കഴിഞ്ഞത്. അതിൽ വത്സ അസുരവധവും ബഗ അസുരവധവും ഭഗവാൻ നടത്തി. പൂതനയുടെ സഹോദരങ്ങളാണ് ഇവർ. ഇനി 51 ദശകം വായിക്കാം. അഘ അസുരവധം. ദശകം 51 അഘ അസുരവധം. ശ്ലോകം 1. കഥാചന വ്രജശിശുഭി സമം ഭവാൻ വനാ അശനീ വിഹിതമതീ പ്രകേതരാം സമാവൃതോ ബഹുതര വത്സമണ്ഡലേ സദേമനിർ നിരഗമതീശാ ജയമനേ. കഥാചന വ്രജശിശുഭി സമം ഭവാൻ വനാശനീ വിഹിതമതി പ്രകേതരാം സമാവൃതോ ബഹുതര വത്സമണ്ഡലേ സദേമനേർ നിരഗമതീശാ ജയമനേ. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു, ഈശനായ ഗുരുവായൂരപ്പ, ഒരു ദിവസം അങ്ങ്, അതായത് ഭഗവാൻ നാരായണൻ, അവിടുന്ന് വനഭോജനം ആഗ്രഹിച്ച്, അത് കാട്ടിലെ ആഹാരമാണ് വനഭോജനം, പഴവർഗ്ഗങ്ങൾ, അത് ആഗ്രഹിച്ച് ഗോപബാലന്മാരോടുകൂടി പശുക്കളെയും കൂട്ടി ഭക്ഷണ സാമഗ്രികളൊക്കെ എടുത്ത് രാവിലെ തന്നെ പുറപ്പെട്ടു. ഗോപന്മാരും പശുക്കളും കണ്ണനുമായിട്ട് രാവിലെ പശുക്കളെ മേയ്ക്കാൻ പുറപ്പെട്ടു. അതുമാത്രമല്ല, ഭഗവാന് വനഭോജനം കഴിക്കാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. കാട്ടിലെ പഴങ്ങളൊക്കെ ആണല്ലോ ഭക്ഷിക്കുന്നത്, ഭോജനം കഴിക്കുക. അപ്പോൾ വനഭോജനം വെച്ചാൽ കാട്ടിലുണ്ടാകുന്ന ആഹാരങ്ങൾ, അത് കഴിക്കാനും ഭഗവാന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ പുറപ്പെട്ടു. വിനിർയതസ്തവ ചരണാംബുജ ദ്വയാൽ ഉദഞ്ചിതം ത്രിഭുവന പാവനം രജ മഹർഷയ പുളകധരേ കളേബരേർ ഉദോഹിരേ ധൃതഭവദീക്ഷണോത്സവ. വിനിർയതസ്തവ ചരണാംബുജ ദ്വയാൽ ഉദഞ്ചിതം ത്രിഭുവന പാവനം രജ മഹർഷയ പുളകധരേ കളേബരേർ ഉദോഹിരേ ധൃതഭവദീക്ഷണോത്സവ. രാവിലെ പുറപ്പെട്ടിട്ട് ഭഗവാനെ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു, ഗുരുവായൂരപ്പ, അവിടുന്ന് ആനന്ദത്തോടെ കാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ നിന്തിരുവടിയുടെ പാതാരബിന്ദങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ 3 ലോകവും പരിശുദ്ധമാക്കുന്ന ആ പാദധൂളി. കാരണം ഭഗവാൻ നടക്കുമ്പോൾ, ഇവിടെ പശുക്കളും എല്ലാവരും നടക്കുമ്പോൾ, നടന്നു വരുമ്പോൾ അവിടെ പൊടിപടലങ്ങളങ്ങനെ കുറേ കുളമ്പ് കൊണ്ടടിക്കുന്ന അതെല്ലാം പൊടിഞ്ഞു കിടക്കും എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വഴി. അപ്പോഴെന്ത് വന്നു? നല്ല പൊടിപടലങ്ങളുണ്ട്. അപ്പോൾ ഭഗവാൻ ചവിട്ടുന്ന ആ പൊടി, അപ്പോൾ അത് 3 ലോകവും പരിശുദ്ധമാക്കുന്ന ആ പൊടി, ആകാശമൊക്കെ എല്ലായിടവും പറക്കുമല്ലോ, ആ 3 ലോകവും പരിശുദ്ധമാക്കുന്ന ആ പാദധൂളി, ഭഗവാന്റെ പാദം സ്പർശിക്കുന്ന ആ പൊടി എന്ത് ചെയ്തു? മഹർഷിമാർ സ്വശരീരങ്ങളിൽ, അവരുടെ മഹർഷിമാരുടെ ശരീരങ്ങളിൽ ഭഗവാൻ പോകുമ്പോൾ ആ പൊടി അവിടെ നിൽക്കുമ്പോൾ ആ ഭാഗം നോക്കി അതെല്ലാം വാരി ഭസ്മം പൂശുന്നത് പോലെ അവരുടെ ശരീരത്തിലേക്ക് പൂശും. എന്താ, ഭഗവാന്റെ സ്പർശിക്കുന്നത് പോലെ, കെട്ടിപ്പുണരുന്നത് പോലുള്ളൊരവസ്ഥയാണ്. അങ്ങനെ പുളകിത ഗാത്രരാവും ഈ മഹർഷിമാർ. ഭഗവാൻ ഇങ്ങനെ പോകുമ്പോൾ മഹർഷിമാർക്കറിയാം ഇത് യഥാർത്ഥ കൃഷ്ണൻ ആരാണെന്ന് മഹർഷിമാർക്കറിയാം. അതുകൊണ്ട് അവർ ആ പൊടി, പാദം നടക്കുന്ന ആ പൊടി മണ്ണ് വാരി അവർ പൂശും മഹർഷിമാർ. അങ്ങനെ അവർ ആനന്ദ നിർവൃതി അടയും, പുളകിതഗാത്രരാവും. അതാണ് ഇതിൽ പറയുന്നത്. ഭട്ടതിരിപ്പാട് ഇതെല്ലാം ഭട്ടതിരിപ്പാടിനെ അറിയാം. അദ്ദേഹം ആ ഭട്ടതിരിപ്പാട് ഇത് പറയുമ്പോൾ തന്നെ ഭട്ടതിരിപ്പാടും പുളകിതഗാത്രരാകുന്നു. കാരണം എന്താ? അത് ചിന്തിക്കും, നമുക്കും അത് ചിന്തിക്കണം. ഭഗവാൻ അന്നിങ്ങനെ നടന്നപ്പോൾ ആ പൊടി അവർ മഹർഷിമാർ വാരി പൂശി. ഭഗവാനെ, നമുക്കും അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. നമ്മളത് ആനന്ദിക്കണം. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കും ആ ഒരു അവസ്ഥ, ആ അനുഭൂതി നമുക്കും ഉണ്ടാകും. അടുത്ത ശ്ലോകം വായിക്കാം. പ്രചാരയത്യവിരളശാദ്വലതലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈ അഘാസുരോ നരുണൽ അഘായ വർത്തനീം
ഭയാനക സപതി ശയാനകാകൃതി പ്രചാരയത്യവിരളശാദ്വലതലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈ അഘാ അസുരോ നരുണൽ അഘായ വർത്തനീ ഭയാനക സപതി ശയാനക ആകൃതി. അതായത് ഒരു പെരുമ്പാമ്പിൻ്റെ ആകൃതിയിൽ ശയിക്കുന്നു. ശയാന ശയിക്കുന്നു, ആകൃതി പെരുമ്പാമ്പിൻ്റെ ആകൃതി, ശയനം പ്ലസ് ആകൃതി, ശയാനക ആകൃതി. ഒന്നുകൂടെ വായിക്കാം. പ്രചാരയത്യവിരളശാദ്വലതലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈ അഘാ അസുരോ നരുണൽ അഘായ വർത്തനീം ഭയാനക സപതി ശയാനകാകൃതി. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാന് വിഭു ഗുരുവായൂരപ്പ അങ്ങ് ധാരാളം, അതായത് ഭഗവാൻ ധാരാളം പുല്ലുള്ള സ്ഥലത്തേക്ക് ഗോപകുമാരന്മാരോടുകൂടി പശുക്കുട്ടികളെ നടത്തി മേയ്ക്കുമ്പോൾ ഭയങ്കരനായ അസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ച് അവർ നടക്കുന്ന വഴിയിൽ കിടന്നു. അഘാസുരൻ എങ്ങനെയാ വലിയൊരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ എന്നും നടക്കുന്ന സ്ഥലം അറിയാമല്ലോ, അവിടെ അതുവഴിയല്ലേ പോകുന്നത് അറിഞ്ഞുകൊണ്ട് അഘാസുരൻ അവിടെ വലിയൊരു പെരുമ്പാമ്പായി ശയിക്കുന്നു വെച്ചാൽ അവിടെ കിടന്നു. ഉറങ്ങത്തില്ല. കാരണം എപ്പോഴാ തരം കിട്ടുമ്പം കൃഷ്ണനെ വധിക്കണമല്ലോ, വിഴുങ്ങണമല്ലോ. അതിനുവേണ്ടി ധാരാളം പുല്ലുള്ള സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത്. കാരണം ഒരുപാട് പശുക്കളുണ്ടല്ലോ. അതുകൊണ്ട് ഗോപകുമാരന്മാരോട് കൂടി പശുക്കുട്ടികളെ നടത്തി മേയ്ക്കുമ്പോൾ ഭയങ്കരനായ അഘാസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ച് അവർ നടക്കുന്ന വഴിയിൽ കിടന്നു. പൂതനയുടെയും ബഗൻ്റെയും സഹോദരനായ അഘാസുരൻ കംസൻ്റെ പ്രേരണയാൽ കൃഷ്ണനെ കൊന്നുകളയാനായിട്ടാണ് വൃന്ദാവനത്തിലെത്തി പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ച് നടക്കുന്ന വഴിയിൽ വാ പിളർന്ന് ശയിച്ചതേ, അതായത് കിടന്നതേ. അപ്പോൾ വലിയൊരു പെരുമ്പാമ്പായിട്ടവിടെ അവർ തടി കിടക്കുന്ന പോലെ തോന്നും, നമുക്ക് അറിയത്തില്ല. അങ്ങനെ പെരുമ്പാമ്പിനെ കണ്ട അനങ്ങാതെ കിടക്കും. ആരെങ്കിലും വന്ന് ചാടുമ്പോൾ പിടിച്ചങ്ങ് വിഴുങ്ങും. അതാണ് പെരുമ്പാമ്പിൻ്റെ. അത് അസുരൻ മായ കൊണ്ട് പെരുമ്പാമ്പായി അവിടെ കിടന്നു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഇവിടെ മഹാചല പ്രതിമ തനോർ ഗുഹാനിഭ പ്രസാരിത പ്രഥിത മുഖസ്യ കാനനി മുഖോ ഉദരം വിഹരണ കൗതുകാൽ ഗദാ കുമാരക കിമപി വിദൂരഗേ ത്വയി മഹാചല പ്രതിമ തനോർ ഗുഹാനിഭ പ്രസാരിത പ്രഥിത മുഖസ്യ കാനനി മുഖോദരം വിഹരണ കൗതുകാൽ ഗദാ കുമാരക കിമപി വിദൂരഗേ ത്വയി. ഒന്നും കൂടി. മഹാചല പ്രതിമ തനോർ ഗുഹാനിഭ പ്രസാരിത പ്രഥിത മുഖസ്യ കാനനി മുഖോ ഉദരം വിഹരണ കൗതുകാൽ ഗദാ കുമാരക കിമപി വിദൂരഗേ ത്വയി. ഇവിടെ പറയുന്നു ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പ ഭഗവാനെ നിന്തിരുവടി കാട്ടിൽ അല്പം അകലെയായിരിക്കുമ്പോൾ, കാരണം പശുക്കളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ഗോപകുമാരന്മാരൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ മാറി നിൽക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടികൾ അടക്കുന്ന അല്പം അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. അതാണ് കാട്ടിൽ അല്പം അകലെയായിരിക്കുമ്പോൾ പർവ്വതം പോലെ വലിയ ശരീരമുള്ളവനും വിശാലമായ ഗുഹ പോലെ പിളർന്ന വദനവുമുള്ള ആ പാമ്പിൻ്റെ വായ്ക്കുള്ളിലേക്ക് ഗോപബാലന്മാർ കളിക്കാനുള്ള കൗതുകത്തോടെ കടന്നു ചെന്നു. അപ്പോൾ വാ പിളർന്നിരുന്നാൽ താടി വായുടെ മേലറ്റം ആകാശത്തിലും കീഴറ്റം ഇങ്ങ് താഴെ. അപ്പോൾ ഒരു ഗുഹ പോലെ തോന്നുമ്പം പിള്ളേർക്കിത് പാമ്പാണെന്നറിയില്ല. ആ വായ്ക്കകത്തോട്ടാ കുട്ടികൾ കളിക്കാൻ കയറി പോകുന്നത്. അസുരൻ്റെ വായ്ക്കകത്തെ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. കാരണം മേവായും താഴെവായുമായിട്ട് കൂട്ടിമുട്ടാതെ അഹർന്നിരിക്കുകയല്ലേ, വലിയ പർവ്വതമല്ലേ. അപ്പോൾ ഒരു ഗുഹ പോലെ തോന്നത്തുള്ളൂ. അതുകൊണ്ട് നിന്തിരുവടി കാട്ടിൽ അല്പം അകലെയായിരിക്കുമ്പോൾ കുട്ടികളൊക്കെ അഹർന്ന് നിൽക്കുമല്ലോ. പർവ്വതം പോലെ വലിയ ശരീരമുള്ളവനും വിശാലമായ ഗുഹ പോലെ പിളർന്ന വദനവുമുള്ള ആ പാമ്പിൻ്റെ വായ്ക്കുള്ളിലേക്ക് ഗോപബാലന്മാർ കളിക്കാനുള്ള കൗതുകത്തോടെ കടന്നു ചെന്നു. അപ്പോൾ ആ വായ്ക്കകത്താ പിള്ളേർ നിൽക്കുന്ന അവരറിയുന്നില്ല. നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.